ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇത് പുറയിൽ കാണുന്നത് നിറച്ചും പൂത്ത് നിൽക്കുന്ന കപ്പങ്ങ മരങ്ങളാണ് കേട്ടോ. ഒരു 10-15 കണ്ടുകൊണ്ട് ഈ കപ്പങ്ങ മരം എല്ലാത്തിലും നിറയെ പൂവിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കുറേ വൈകിയാണ് കേട്ടോ എഴുന്നേറ്റത്. ഇന്നലെ രാത്രി തന്നെ പാത്രങ്ങളെല്ലാം തേച്ചെഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ അങ്ങനെ കിടന്നു പോയതാണ് കേട്ടോ. പിന്നെ എനിക്ക് മടിയായിരുന്നു കേട്ടോ, ഭയങ്കര മടിയായിരുന്നു. ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ചോറ് തന്നെയാണ്, വേറെ കടിയൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇത് വെള്ളക്കടലയാണ് കേട്ടോ, ചോറും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ അത് കാപ്പി ഉണ്ടാക്കിയതിന് ശേഷം കടല വേവിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ അത് ബ്രഷ് ചെയ്ത് വന്നിട്ട് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞിനും കൊടുത്തിട്ടോ കുറച്ച് കാപ്പി. രാവിലെ അവൾക്ക് കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ ചായയാണെങ്കിലും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് മോൻ്റെ കൂടെ ഇരുന്ന് കാപ്പി കുടിക്കുവാണ്. പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പും അടുപ്പും ഇന്നലെ രാത്രി തന്നെ തുടച്ചിട്ടതായിരുന്നു. ഇന്ന് രാവിലെ കുറുക്കുണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് താഴെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കളയുന്നുണ്ട്. പിന്നെ ഇത് ചോറ് റേഷനരിയാണ് കേട്ടോ. അപ്പോൾ അത് കുക്കറിലിടാൻ പോവുകയാണ്. റേഷൻ മട്ടരിയാണ്. ആദ്യം തന്നെ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ട് ചൂടുവെള്ളം കൊണ്ട് കഴുകാമെന്ന് വിചാരിച്ചു. ഒരു പ്രാവശ്യം ചൂടുവെള്ളം കൊണ്ട് കഴുകിയിട്ടാണ് പിന്നെ പച്ചവെള്ളത്തിൽ കഴുകും കേട്ടോ. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകുമല്ലോ. വെള്ളം നല്ലോണം ഒരുവിധം ചൂടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരി എടുത്ത് വെച്ചിട്ട് അപ്പോൾ കുഞ്ഞ് എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അവൾ എടുത്തൊന്ന് ആശ്വസിപ്പിക്കട്ടോ. കുഞ്ഞ് ഹായ് 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 പറഞ്ഞു, ഹായ് പറ, ഹായ് പറ, ഹായ്. ഹലോ. അപ്പം ഇന്നത്തെ എൻ്റെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പം ഞാനും എൻ്റെ ഒപ്പം തന്നെ കുഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അങ്കിളിലൂടെ ഇരുന്ന് കളിച്ചു കിട്ടോ. പിന്നെ ഇപ്പം ഉറക്കം വരുന്നുണ്ട്. കാപ്പി കൊടുത്തു കേട്ടോ. കട്ടൻ കാപ്പി ഉണ്ടാക്കിയത്. ഒന്ന് അവളെ കൊണ്ടുപോയി ഉറക്കാൻ പറ്റുമോ? പല്ലേപ്പിച്ചിട്ട് വെച്ചിട്ടോ. കുഞ്ഞിന് പല്ലേച്ചില്ല, 2 കുഞ്ഞിപ്പല്ല് വന്നിട്ടുണ്ട് കേട്ടോ. അതെ കാണിച്ച് അവിടെ കാണിച്ച് ഈ പല്ല് കാണിച്ച് പല്ല് 2 പല്ല് താഴെയും മുകളിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞിനെ പല്ലേപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ മോൻ കാപ്പി എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. കാപ്പി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞിനെ പല്ലേപ്പിച്ച് കൊണ്ടുവന്നു. ഇനി ഡ്രസ്സും കൂടി ഒന്ന് മാറ്റാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പല്ലേപ്പിച്ചു കേട്ടോ. ഡ്രസ്സൊക്കെ മാറി. ഇനി കുറച്ച് കുറുപ്പ് കുടിക്കണം. അപ്പോൾ അരി ഇട്ടിട്ട് കൊച്ചിനെ ഒന്ന് ഉറങ്ങുമോ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞോനെ മോൻ്റെ അടുത്ത് ഇരുത്തി കുറുക്കിൻ്റെ കുപ്പിയും കയ്യിൽ കൊടുത്തിട്ടോ. അപ്പോൾ മോൻ്റെ മടിയിൽ നിന്ന് കുഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത് കട്ടൻ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കുടിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അരി കഴുകിയിടാൻ പോവുകയാണ്. റേഷൻ അരി ആയതുകൊണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടാണ് കേട്ടോ പിന്നെ പച്ചവെള്ളം കൊണ്ട് കഴുകാറ്. അപ്പോൾ വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട്. അങ്ങനെ ഇതേ കുറച്ച് ചൂടുവെള്ളം എടുത്ത് പുറത്ത് കൊണ്ടുപോയി കഴുകാൻ പോവാണ് കേട്ടോ.
അങ്ങനെ അരി കഴുകി കൊണ്ടുവന്ന് ഇട്ടു. പിന്നെ വിസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൻ്റെ അടുത്ത് ധൈര്യത്തിലിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇടയ്ക്ക് ഇതിൻ്റെ എയർ ഇങ്ങനെ പോകും, കഞ്ഞിവെള്ളമൊക്കെ ഇങ്ങനെ ചീറ്റി വരും കേട്ടോ. അപ്പോൾ ഞാൻ വിസിൽ വെച്ചിട്ട് കുഞ്ഞിനെ ഒന്ന് ഉറക്കാൻ പറ്റുമോ നോക്കാൻ പോവാണ്. അപ്പോൾ കടല വെന്തോ നോക്കാം കേട്ടോ. കടല വെന്തിട്ടുണ്ട്, ഇനി അതൊന്ന് താളിക്കണം. അപ്പോൾ അരിയുടെ കുക്കറിൽ നിന്ന് എയർ വന്നിട്ടുണ്ട്. അപ്പോൾ വിസിലും വെച്ചിട്ട് ഞങ്ങളിത് ഫ്രണ്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കുക്കറിന് വിസിൽ അടിച്ചപ്പോഴേക്കും ഒരു 4 വിസിൽ അടുപ്പിച്ചു കേട്ടോ. അപ്പോൾ അത് മോൻ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുഞ്ഞപ്പോൾ ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങിയില്ലാന്ന്. പിന്നെ ഞാൻ റൂമൊക്കെ ഒന്ന് അടിച്ച് ഫ്രണ്ടിലും ഒക്കെ അടിച്ചിട്ടു കേട്ടോ. പിന്നെ അതേ അടുക്കളയും ഒന്ന് അടിച്ചിടുന്നുണ്ട്. ഇന്ന് വൈകി എഴുന്നേറ്റ് കാരണം എല്ലാ പണിയും സ്ലോ ആണ് കേട്ടോ. അങ്ങനെ അടുക്കളയും കൂടി അടിച്ചു കഴിഞ്ഞു. കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് അത് കഴുകി വെച്ചതിന് ശേഷം ചോറ് വാർക്കുന്നുണ്ട്. പിന്നെ കടലക്കറിയും ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞു കേട്ടോ. മുഴുവൻ കുളിച്ച് റെഡിയായി വിളക്കൊക്കെ കത്തിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ചോറ് കൊടുക്കണം. കറി ഒന്നും കൂടി തിളക്കണം. അപ്പോൾ ഉപ്പ് പിടിക്കാറില്ലേ, വേവിക്കാൻ നേരത്തെ ഉപ്പിടാൻ മറന്നു പോയി. അപ്പോൾ ഉപ്പ് പിടിക്കാനായിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ച് ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കിച്ചൺ വ്ലോഗ്. ടാറ്റ 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 തിരിഞ്ഞു അപ്പോൾ ഇനി നാളത്തെ വിശേഷമായി നാളെ കാണാം കേട്ടോ. ബൈ. വിളിച്ചതാണ് ഞാൻ വിളിച്ചാൽ